നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അബുദാബിയിലുള്ള അലൈൻ സൂലേക്കാണ്. ദുബായിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂറായി നമ്മൾ ഇവിടേക്ക് ട്രാവൽ ചെയ്യുന്നത്. യുഎയിൽ തന്നെ ഏറ്റവും വലിയ സൂ ആയിട്ടാണ് അലൈൻ സൂ അറിയപ്പെടുന്നത്. ഇവർ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഈ ഒരു സൂ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വൈൽഡ് ലൈഫ് കൺസർവേഷൻ്റെ ഭാഗമായിട്ട് ഒത്തിരി ആനിമൽസും ബേർഡ്സൊക്കെ ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഞങ്ങളിവിടെ ഏകദേശം എത്താറായി. ഈ കാണുന്ന ഒരു ഗ്രാൻഡ് എൻട്രൻസ് ആണ് ഈ സൂവിനുള്ളത്. ഇത് കാണാൻ നല്ല രസമുണ്ട്. പിന്നെ പുറത്ത് നല്ല ചൂടാണ്. ഞങ്ങൾ വന്നിരിക്കുന്നത് സമ്മറിലാണ്. ഇപ്പോൾ 45 ഡിഗ്രിയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. കണ്ണ് തുറക്കാൻ പറ്റാത്ത അത്രയും ചൂടുണ്ട്. സമ്മറിൽ ഇവിടെ വന്നാൽ എങ്ങനെ ഉണ്ടാവുമെന്നും കൂടി കാണാം. ഞങ്ങൾ ഓൾറെഡി ഇവിടെ നിന്ന് തന്നെ കൗണ്ടറിന് ടിക്കറ്റ് എടുത്തിരുന്നു. അഡൽട്ട് പെർ പേഴ്സൺ 31 ദിറംസ് ആണ് വന്നത്. ഇവിടെ ഒരു ചെക്കിങ് കൗണ്ടർ ഉണ്ട് ടിക്കറ്റിൻ്റെ. അങ്ങനെ ഞങ്ങൾ 1 by 1 ചെക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കയറുന്ന എൻട്രൻസ് തന്നെ നല്ലതാണ്. ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറച്ച് സ്പോട്ടൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ തന്നെ ഷട്ടിൽ സർവീസ്, ജീപ്പ് സർവീസിനൊക്കെ പറ്റിയ സെറ്റപ്പ് ഉണ്ട്. നമ്മളിതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. സൂ അത്യാവശ്യം വലുതായതുകൊണ്ട് അത് ഓപ്റ്റ് ചെയ്യുന്നത് നല്ലൊരു ചോയ്സ് ആയിരിക്കും. കയറിയ പാടിന് കുറച്ച് നടക്കാനുണ്ട് ഉള്ളിലേക്ക്. അത്യാവശ്യം നീണ്ട എൻട്രൻസ് തന്നെയാണ് ഉള്ളിലേക്കുള്ളത്. എൻട്രൻസിന് സൈഡിലായിട്ട് ഷെയ്ഖ് സായിദ് ഡെസേർട്ട് ലേണിംഗ് സെൻറ്റർ ഉണ്ട്. പുറത്ത് നല്ല ചൂടായതുകൊണ്ട് നമ്മൾ പിന്നെ ഒന്നും നോക്കില്ല, അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇവിടെ പ്രൊജക്റ്റ് പോലെ തന്നെ കുറേ എന്തെല്ലോ അറിയാൻ പറ്റിയ കാര്യങ്ങൾ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കേവ് ഉണ്ട്. അതിൽ തന്നെ കുറേ ആനിമൽസ്, റെപ്റ്റൈൽസിനൊക്കെ അവരതിൻ്റെ സറൗണ്ടിങ്സിൽ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിനെപ്പറ്റി അതിൻ്റെ അടുത്തായിട്ട് അതിനെക്കുറിച്ചുള്ള എല്ലാ ഇൻഫോർമേഷൻസൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ കാണുമ്പോൾ ഒരു ഒറിജിനൽ ഫീൽ കിട്ടും നമുക്ക്. ഇത് ഉള്ളിലേക്കൊന്നും കുറേ ഇല്ല, നമുക്ക് കയറി ജസ്റ്റ് കണ്ട് ഇറങ്ങാൻ പറ്റുന്ന അത്രയേ ഉള്ളൂ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ എൻട്രൻസിലായിട്ട് തന്നെ ഇയാളുണ്ട്. ഇതിനെ കണ്ടാൽ നമ്മൾ തോന്നും വെറുതെ ഉണ്ടാക്കി വെച്ചതാണ്. പക്ഷേ ഇത് ജീവനുള്ള പൈത്തനാണ്. നമുക്കിതിനെ തൊട്ടുനോക്കാനെല്ലാം പറ്റും. പക്ഷെ കാര്യമൊന്നുമില്ല, വലിയ അനക്കൊന്നുമില്ല ആൾക്ക്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നടന്ന് ഈ ഗേറ്റ് കാണുന്നവരെ നമ്മൾ വേറെ ആനിമൽസിനോ ബേർഡ്സിനോ ഒന്നിനും കണ്ടിട്ടില്ല. ഇതിൻ്റെ ശേഷമാണ് ഉള്ളിലേക്ക് കുറച്ച് കേജും കാര്യങ്ങളൊക്കെ കണ്ടത്. ഇവിടേക്ക് വരുന്നവർ നിർബന്ധമായിട്ടും വെള്ളവും ഫുഡ് ഐറ്റംസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കയ്യിൽ എന്തായാലും കരുതി വെക്കുക. പ്രത്യേകിച്ച് സമ്മർ ആണെങ്കിൽ ഒരിക്കലും അതൊന്നും വിട്ടു പോകരുത്. മുന്നിൽ തന്നെ ഒരു ആർഭാടായിട്ട് ഒരു കേജെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു പോയി. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആരും ഒന്നും കാണുന്നില്ലേനു. പിന്നെ എന്തോ ഒരു ജീവനെ കണ്ട്, അതെന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല. ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരു വലിയ ബേർഡ് ഇവിടെ ഉണ്ട്. കണ്ടിട്ട് വെളിച്ചറിൻ്റെ ഒക്കെ പോലെ തോന്നുന്നുണ്ട്. ചിറകൊക്കെ ഇങ്ങനെ വിടർത്തി നിൽക്കേണ്ട ആളിവിടെ. നാട്ടിലും ഇവിടെ അത്തിക്ക് സൂവിൽ കാണാൻ പറ്റുന്ന ഒരാളാണ് ഈ നിൽക്കുന്നത് മാന്. ഇവർക്ക് കാലാവസ്ഥ ഒന്നും പ്രശ്നമില്ല തോന്നുന്നുണ്ട്. എല്ലാ കാലാവസ്ഥയിലും അങ്ങ് ഓടിപ്പോയിക്കോളും തോന്നുന്നുണ്ട്. ഇവരെ സറൗണ്ടിങ്സ് ഒക്കെ ചെയ്തു വെച്ചത് നല്ല രസമുണ്ട്. കാണുമ്പോൾ അങ്ങനെ ഒരു സൂ ആണെന്നേ തോന്നൂല. ഈ ഏരിയ നല്ല രസമുണ്ട് കാണാൻ. കാണുമ്പോൾ ഒരു യൂറോപ്പ് ടച്ച് ഉണ്ട്. ഇത് കണ്ടാൽ നമുക്കിവിടെ 45 ഡിഗ്രി സമ്മറിലാണ് ഉള്ളതെന്നൊന്നും തോന്നൂല.
ഇതിൻ്റെ മേലായിട്ട് ഒരാൾ അവിടെ തൂങ്ങി കിടക്കുന്നുണ്ട്, കാണുന്നുണ്ടോ അറിയില്ല. ചിമ്പാൻസിയൊക്കെ പോലത്തെ ഒരു ഹന തോന്നുന്നുണ്ട്. ഇവിടെ പിന്നെയും മാനിൻ്റെ വലിയൊരു കൂടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ വലിയൊരു കേവ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ പുറത്തേക്കൊന്നും ഒരു അനിമലിനൊന്നിനും കാണുന്നില്ല, ചൂടായിട്ടാണ് തോന്നുന്നുണ്ട്. ഇവിടെ കണ്ടില്ല, അധിക സൂലൊന്നും കാണാത്ത ഒരാളുണ്ട്. ടേർട്ടിലിങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇഷ്ടമാവും. ഞങ്ങളിവിടെ 2 എണ്ണത്തിനെ കണ്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഇവർക്ക് നീന്താൻ വേണ്ടിയിട്ട് ഒത്തിരി വലിയ സെറ്റപ്പ് തന്നെ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രത്യേകമായിട്ട് തോന്നിയത് ഈ ഒരു കാര്യം തന്നെയാണ്. നമുക്കത് സൂ പോലെ തോന്നൂല, നാച്ചുറലി ചെയ്തു വെച്ച പോലെയാണ് തോന്നുക. നെക്സ്റ്റ് ഇവിടെ അടുത്ത് തന്നെ ആയിട്ട് തന്നെ ഒരു കുരങ്ങിനെ കാണാം. മൂപ്പരോട് എന്തെല്ലോ കാട്ടിക്കൂട്ടി നിൽക്കുകയാണ്. ഇത് എന്ത് ടൈപ്പ് ജനറാന്ന് മനസ്സിലായിട്ടില്ല. ആൾ ഭയങ്കര ബിസിയാണ്. ഇവിടെ വേറെ ഒരാൾ പുറത്തോട്ടൊക്കെ കൈയിട്ടിട്ട് അവിടെ നിന്നെല്ലാം എന്തെല്ലോ എടുത്തിട്ട് കഴിക്കണ പരിപാടിയാണ്. ഇയാൾ നല്ല ബിസി തന്നെ. കൂടെ വേറെ ഒരു കുരങ്ങനും കൂടി ഉണ്ട്. ഇടയിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചത് കുട്ടികൾക്ക് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നെക്സ്റ്റ് ഒരു വലിയ ഏരിയ ആണ്. ഇതിൽ നമുക്ക് കാണാവുന്നതാണ് ഈ ഒരു ആനിമലിനെ അല്ലെങ്കിൽ ബേർഡ്. ഇതിൻ്റെ പേരാണ് എമു. ഇതൊരു വലിയ ബേർഡാണ്. ഇതിൻ്റെ കോലം കണ്ടാൽ തോന്നും എങ്ങനെ ഇത് ഈ സമ്മറിൽ പിടിച്ച് നിൽക്കുന്നതെന്ന്. പക്ഷേ ഇത് കൂളായി ഇവിടെ നിൽക്കുന്നുണ്ട്, അതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഒന്നും കൂട് കണ്ടാലും കൂടാണെന്നേ തോന്നില്ല. പേരിനൊരു വേലി പോലെ വെച്ചേക്കുന്നതാണ്. അത്രയും വലുപ്പത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത്. ഇതിൻ്റെ തൊട്ടു പുറകിലായിട്ട് ഒരു വലിയൊരു കൂട്ടം ആനിമൽസിനെ കാണുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് അതിൻ്റെ അടുത്തേക്ക് നടന്നു നോക്കി. അപ്പോൾ അത് വന്നിട്ട് അറേബ്യൻ ഓറിക്സ് ആണ്. ഇവിടുത്തെ UAE നാഷണൽ ആനിമലാണ്. അത് ഇഷ്ടം പോലെ അവിടെ കാണുന്നുണ്ടായിരുന്നു. അതിൻ്റെ അടുത്തായിട്ട് തന്നെ നമ്മളൊരു കൂട്ടം ഫ്ലെമിംഗോനെ കണ്ടവിടെ. പിന്നെ ഞങ്ങൾ കുറച്ച് നടന്നപ്പോൾ ഇതേപോലെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസും വൈബൊക്കെ ഉള്ളൊരു ഏരിയ ഉണ്ടായിരുന്നു. ഈ ഏരിയ നല്ല റിലാക്സിങ് ആയിരുന്നു, പ്രത്യേകിച്ച് ചൂടത്ത് നമ്മൾ പോയതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ്. ചൂട് കാരണം ഞങ്ങൾക്ക് ഇത്രേ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇതൊന്നുമല്ല, ഒത്തിരി ആനിമൽസ് അവിടെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. ചൂട് കാരണം അതിനെ പുറത്ത് വിടാത്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സൂവിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.